നമസ്കാരം, ചേഞ്ച് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈജു കുര്യൻ. എന്തൊക്കെയുണ്ട്? നമസ്കാരമുണ്ട് സാർ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു സാറെ. കഴിഞ്ഞ ദിവസമായി നമ്മുടെ കോട്ടയത്ത് ഒരു ക്ഷേത്രത്തില് നന്ദഗോവിന്ദം ഭജൻസ് അറിയാമല്ലോ സാറിന്? അറിയാം. ആ നന്ദഗോവിന്ദം ഭജൻസ് ഒരു മതമൈത്രി എന്ന നിലയ്ക്ക് നമ്മള് ഇതിനു മുമ്പ് വിചാരിച്ചിരുന്നത് അവരൊക്കെ തീവ്ര ഹിന്ദുത്വവാദത്തിന്റെ വ്യക്താക്കളാണെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകൾ വരുന്നു, നന്ദഗോവിന്ദ ഭജൻസ് ക്രിസ്തീയ ഒരു ഭക്തിഗാനം പാടിയതില് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികല ടീച്ചർ അതിനെതിരെ രൂക്ഷമായിട്ട് പായസത്തിനകത്ത് ചിക്കൻ മസാല ആരും ഇടാറില്ലെന്നൊക്കെ പറഞ്ഞൊരു നമ്പറൊക്കെ അടിച്ചു. സാറിന് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും രണ്ടും രണ്ടായിട്ട് നിൽക്കേണ്ട കാലങ്ങൾ അതിക്രമിച്ചു. കാരണം പണ്ടങ്ങനെയായിരുന്നു നിന്നിരുന്ന, അത് സമൂഹത്തിന് വളരെയധികം നന്മകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും മതങ്ങൾ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മതങ്ങൾക്കിടയിലും അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട്. കാരണം പലപ്പോഴും അത് ഒരു സംഘടനത്തിലേക്കോ അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയിലേക്കോ ഒരു രൂക്ഷമായ മതത്തിന്റെ പേരിലുള്ള സംഘടനത്തിലേക്ക് തന്നെ അത് മാറുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സാർ? ഞാനൊരു കാര്യം ചോദിച്ചു, ഒരു പാട്ട് പാടിയാൽ എന്താണ് ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഗ്യാസിന് വില കൂടുന്നു, പെട്രോളിന് വില കൂടുന്നു, കിട്ടാനില്ല ഈ സാധനങ്ങളൊക്കെ. എന്നിട്ട് ഇവർ ഈ ജാതി മതം മുറുക്കെ പിടിച്ചു നിൽക്കുന്നതിന്റെ കാര്യം എന്താണ്? ഇത് പലപ്പോഴും ഒരു ശത്രുവിനെ സ്വയം ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഒന്നുകിൽ നമ്മളുടെ ശത്രു രാജ്യത്തെ, ഏതെങ്കിലും ഒരു രാജ്യത്തെ നമ്മൾ ശത്രുവായിട്ട് പ്രതിഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ശത്രുവായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആൾക്കാരുടെ കണ്ണിൽ നിന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി ആൾക്കാരുടെ ശ്രദ്ധ ശരിക്കുമുള്ള ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളായ വസ്ത്രം, ഭക്ഷണം, അതുപോലുള്ള കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഞാൻ എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഈ സ്ത്രീ അവരെ നമ്മൾ ഒരു ബഹുമാനത്തോടുകൂടി തന്നെ, ടീച്ചറല്ലേ, അപ്പൊ ആ ടീച്ചറിനായിട്ടുള്ള ഒരു ഒരു മാന്യത കൊടുക്കണം. പക്ഷെ അവർ ഏറ്റവും ലോക്കലായിട്ട് എന്താ ഈ ചിന്തിക്കുന്നത്? കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചേക്കുന്നത് വളരെ ലോ സ്റ്റാൻഡേർഡിൽ, ഒന്നുകിൽ അവർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒരു വർഗീയ തീവ്രവാദം ഇളക്കി വിടുന്ന രീതിയിലുള്ള വാചകങ്ങൾ പലപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് ചിലപ്പോ അവര് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ഒരു മീഡിയ ആയിട്ട് അവർ ആ മതത്തെ കാണുന്നു. ഈ കേരളത്തിന്റെ ഒരു സംസ്കാരം എന്താണെന്നറിയോ സാറേ? ഞാനും ശ്രദ്ധിക്കുന്ന ആളാണ്, സാറും ശ്രദ്ധിക്കുന്ന ആളാണ്. ഈ കേരളത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെ, എഴുത്തുകാരെ, ഇങ്ങനെയുള്ള ഒരു 99.9% ആൾക്കാർക്കും മതങ്ങളോടും ഈ ജാതിയോടും ഒന്നും അവർക്ക് വലിയ പ്രീണനമൊന്നുമില്ല. ഇല്ല. കാരണം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഈ നമ്മുടെ ഭക്തിഗാനങ്ങൾ, ഹിന്ദു ഭക്തിഗാനങ്ങളുണ്ട്, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുണ്ട്, മുസ്ലിം ഭക്തിഗാനം, ഈ കവിതകൾ, ഈ നമ്മുടെ ആ ഗാനങ്ങൾ രചിച്ചേക്കുന്നോ അല്ലെങ്കിൽ അതിന് സംഗീതം കൊടുത്തിരിക്കുന്നോ അല്ലെങ്കിൽ അത് പാടിയേക്കുന്നോ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കാരണം ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം പാടുന്ന ഒരു ഹിന്ദു, അതിന് സംഗീതം കൊടുത്തേക്കുന്ന ഒരു മുസ്ലിം, അതുപോലെ തന്നെ മറ്റു മതങ്ങളുടെയും ഒരിക്കലും ആ കലാകാരന്മാർ ആ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർ പ്രവർത്തിച്ചേക്കുന്നത്. അവര് കൃത്യമായും നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ, പക്ഷെ അതിനെ പലരും അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി തെറ്റായി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം നന്ദഗോവിന്ദ ഭജൻസ്, അവര് ഒരു ക്രിസ്ത്യൻ ഗാനം ആലപിച്ചുകൊണ്ട് അവിടെ എന്താണ്? കാരണം ആ അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടി ക്രിസ്ത്യാനികളുടെ സ്ഥലം എടുത്തിട്ടുണ്ട്, അതുപോലെ മറ്റു സമുദായങ്ങളുടെ സ്ഥലങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു. ക്ഷേത്ര കമ്മിറ്റി തന്നെ പ്രസ്താവനയിലൂടെ പറഞ്ഞേക്കുന്നു, ദേശവിളക്കിന് എല്ലാ നാനാജാതി മതസ്ഥരും അവിടെ വന്ന് വിളക്ക് കത്തിക്കാറുണ്ട്, അവരുടെ പിരിവ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ജാതി മതത്തിലേക്ക് അതൊരു തീവ്ര നിലപാടിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കുന്നു. ഇപ്പം ചങ്ങനാശ്ശേരിയിലെ കാര്യം നോക്കിയാല് ചന്ദനവിളക്ക്, ചന്ദനക്കുടത്തിന് തന്നെ എല്ലാ സമുദായം, അതുപോലെ തന്നെ ഭഗവതി ക്ഷേത്രം, അവിടത്തെയൊക്കെ എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും അല്ല, എല്ലാ സമുദായത്തിലെ അംഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇപ്പം നമുക്ക് തന്നെയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സന്തോഷമാണ്. കാരണം എല്ലാ മതങ്ങളുടെ കൂട്ടായ ഒരു യോജിപ്പ്, എല്ലാ മതങ്ങളുടെയും സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലാം ഒരു സൗഹാർദ്ദത്തിൽ പോകുന്നു. എന്ത് സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്കങ്ങനെയുള്ളപ്പോ ഒരു
അനാവശ്യമായ ഒരു ജാതി വിദ്വേഷം എന്തിനാണ് നമ്മൾ ഇവിടെ വളർത്തുന്നത്? നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രതീക്ഷിക്കണം. ഈ കേരളം പോലുള്ള സംസ്ഥാനത്തെ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഒരു കലയോ ഒരു സിനിമയോ ഒന്നും വേർതിരിച്ച് കാണാതെ നമുക്ക് കൂട്ടായിട്ട് സ്നേഹത്തോടുകൂടി സൗഹൃദത്തോടെ മുന്നോട്ട് പോകും. ഇല്ലേ തീർച്ചയായും നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരു സാമുദായിക ഐക്യം ഉണ്ടായിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടോണ്ട്, ഈ മതങ്ങൾ എപ്പോഴും ജനങ്ങളുടെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ അതിനെ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കുന്നോ അല്ലെങ്കിൽ ചിലര് അതിനെ തെറ്റായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും മതസൗഹാർദ്ദം തകരുന്നത്. ആ തെറ്റായ ഇതിനെ നമ്മൾ ഒന്നായി എതിർത്തുകൊണ്ട് അവർക്കെതിരെ ആയിരിക്കണം നമ്മുടെ ചലനങ്ങൾ. അതിനുവേണ്ടി നമുക്ക് ഒന്നായി മുന്നേറാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.